ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം വല്ല പിടുത്തമുണ്ടോ? എവിടെയാണെന്ന്? മുംബൈയിലാണ്. പക്കോട. അതൊരു ഗ്രാമമാണ്. ഇവിടെ നമ്മുടെ ശ്രീബുദ്ധൻ്റെ ഒരു വലിയ അമ്പലമാണിത്. അതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വണ്ടിയുടെ ഇതില്ലല്ലോ, ലോറിയൊക്കെ പുതിയ മോഡലല്ലേ. ഇപ്പോഴവർ ഇത് തന്നെയാണ് അവർ ഉപയോഗിക്കുന്ന മോഡൽ. നല്ല രസമല്ലേ? ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. നൈസല്ലേ? നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചലിക്കാൻ പോവാണ്. ഇവിടെ മെയിൽ എൻട്രി സെപ്പറേറ്റ് ഉണ്ട്. वीडियो नहीं, मोबाइल से भी. अच्छा, परमिशन कहाँ पे? ഓക്കെ. അപ്പോൾ ഇവിടെ വീഡിയോന് പെർമിഷൻ ഇല്ല, അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയിട്ടുണ്ട് ഇസ് തരഫ്. ഓക്കെ. അപ്പോൾ നമ്മൾ പെർമിഷന് വേണ്ടിയുള്ളൊരു ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫില്ല് ചെയ്ത ഫോമും കൊണ്ടാണ് നമ്മളവിടെ ഓഫീസിലേക്ക് പോകുന്നത്. അവിടെ പോയിട്ട് വേണം എൻട്രി മേടിച്ചിട്ട് ഐ ഡി റെപ്പറേറ്റാണ് ക്യാമറ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊക്കെ തന്നു. നമ്മൾ അങ്ങനെ ഒരു ബാഡ്ജൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. പക്ഷെ അവർ ഒറ്റ കാര്യം പറഞ്ഞോളൂ, വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യണം. വളരെ ഭംഗിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും. നമ്മൾ പെർമിഷൻ ഇത്ര ഭംഗിയായിട്ട് തരുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാതിരിക്കില്ലല്ലോ. ഭയങ്കര രസമുള്ള പനികളാണ്. ഗോൾഡും റെഡും ചേർന്നൊരു കോമ്പിനേഷനാണ് ശരിക്കും ഇവിടെ മുഴുവനും. ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. സോ നൈസ്. പേടിക്കാതെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെർമിഷൻ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊളിച്ചടക്കില്ല നമ്മൾ. നല്ല രസമുള്ള വർക്കുകളാണ് അവരുടെ. വർക്ക് ഞാൻ ആദ്യം ഇങ്ങോട്ട് കയറിയപ്പോൾ വിചാരിച്ചതേ ഒന്നും നടക്കില്ല. കാരണം അവരുടെ ഫോർമാലിറ്റി കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അയ്യോ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ക്യാമറ ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽ, പിന്നെ നമ്മളുടെ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഒക്കെ കുഴപ്പമില്ല പോവാം. പിന്നെ വേറെയും കുറച്ച് ഡീറ്റെയിലുകൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവർ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്പെഷ്യൽ പെർമിഷനൊക്കെ തന്നാണ്. സ്പെഷ്യൽ പെർമിഷനൊക്കെ തന്ന് സൈനൊക്കെ ചെയ്ത് നമ്മുടെ ഡീറ്റെയിലൊക്കെ എഴുതി വാങ്ങിച്ചിട്ടാണ് അവർ നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ദൂരത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ മണിയുടെ തുഞ്ച്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഭയങ്കര രസമുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ രണ്ട് കാണാനായിട്ട്.
ഇനി വേറൊരു ആംഗിളിവിടെ വയ്ക്കേണ്ടവരുത്, അമ്മമാരി ആംഗിൾ എടുത്തുകൊണ്ട് പോകണം. അതാണ് നമ്മുടെ ആഗ്രഹം. നടക്കുമല്ലോ ഒന്ന് അറിഞ്ഞൂടാ. കേരള अच्छा കേരളത്തിൻ്റെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് അവർക്ക് ഭയങ്കര മതിപ്പാണ് കേട്ടോ. അവർ ക്രിയേറ്റിവിറ്റി നോക്കിയിട്ട് കേരളത്തിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് ഒറ്റടിക്ക് പറഞ്ഞു കളഞ്ഞവർ. പക്ഷെ കേരളത്തിൽ റിവ്യൂ എഴുതി പൊളിക്കാണ്. ഒന്ന് അനങ്ങാൻ പറ്റൂല. നമ്മൾ നടന്ന് കയറൊന്ന് പഠിക്കണം. ഒരു വലിയ സ്വർഗത്തിലേക്കാവട്ടെ എന്ന് നമുക്ക് ഉറപ്പിക്കാം. नाइस है. बघ अजून एक दोन पाडून दे, एक मध्ये बस नको करू. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വലിയ ക്യാമറ എടുത്തുകൊണ്ട് വന്ന് അടിച്ചതന്നെ ഒരു ലോ ആംഗിൾ. പക്ഷേ എന്ത് വർക്കാണെന്നറിയാമോ അത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന വർക്കാണത്. ഇത്ര രസമാണ് നോക്കി. ലോ ആംഗിളിൽ നിന്ന് പോലും അത്ര ഹൈറ്റ് ഉണ്ട് സാധനം. ലോ ആംഗിൾ പോലും എടുക്കാൻ പറ്റുന്നില്ല. ആ ഫ്രെയിം സെറ്റ് ചെയ്യാണ്ട് എടുത്തു കഴിഞ്ഞാൽ ബ്യൂട്ടി കിട്ടില്ല. ആ നൈസല്ലേ നോക്കി. ആ 2-3 ആയിട്ടത് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. രസം നോക്കിയ സാധനം. നമ്മൾ ഇതിനേക്കാൾ രസമുള്ള വേറെ സാധനം ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ ഇതുപോലൊരു സാധനം പ്രതീക്ഷിച്ചിട്ടാണ് ഗോൾഡൻ ടെമ്പിളിൽ ചെന്നത്. പക്ഷേ ഗോൾഡൻ ടെമ്പിൾ വേറെ ഫീലായിരുന്നു, കിട്ടി. പക്ഷേ ഇത്രയ്ക്ക് രസമല്ല, ഇത്രയ്ക്ക് പണികളില്ല അവിടെ. അവിടെ വേറൊരു ടൈപ്പാണ്, ചൈനീസ് ഫീലിലാണ് അതുള്ളത്.